ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ കുഴിയിലേക്ക് പോയ ഈ സ്റ്റേഷൻ്റെ ചരിത്രം നോക്കിയാൽ കേരളത്തിലെ മറ്റേതൊരു സ്റ്റേഷന് വരുന്നതിനേക്കാൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് ഇന്നത്തെ സ്ഥിതി. സിംഗിൾ ലൈൻ മാത്രമല്ല, ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഒരു ബാലികേറ മലയാണ്. സിഗ്നൽ ലൈറ്റ് കാണിക്കാനായിട്ട് ഇവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരില്ല. ആകെ ഉള്ളത് വാടകയ്ക്കിരിക്കുന്ന 2 കൗണ്ടർ മാത്രം. അതും പകൽ ഭൂരിഭാഗം സമയം അടഞ്ഞു കിടക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ ലോകത്തൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാടും പടലും പിടിച്ച് പടികളിൽ പോലും ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ യാതൊരു സംവിധാനങ്ങളുമില്ല. എന്നാൽ ഇതിന് മറു സൈഡുണ്ടല്ലോ, എല്ലാ ഇറക്കത്തിനും ഒരു കയറ്റമുണ്ടാകും എന്ന് പറയാറുള്ളത് പോലെ ഇവിടെയും ഒരു കയറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. അതാണ് വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയരുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ കയറുന്ന കൗണ്ടറാണ്. ഇതാ ഒരു കുട്ടി ടിക്കറ്റ് എടുക്കാൻ കയറുന്ന പാടാണ് ഇപ്പോൾ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ പടുകുഴിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകാൻ റെയിൽവേക്ക് വിഴിഞ്ഞം പദ്ധതി സഹായമായി, തുണയായി എന്ന് പറയാം.